ഖത്തറിൽ എന്താണ് നടക്കുന്നത് നോക്കാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഖത്തറിലെ US എംബസിക്ക് അടുത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഒഴിപ്പിക്കലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ആളുകൾക്ക് താമസ സ്ഥലം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പരിഭ്രാന്തരാകേണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, മുൻകരുതൽ എന്ന രീതിയിലാണ് ഖത്തറിലെ US എംബസിക്ക് സമീപമുള്ള ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നത്. എംബസികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണോ നടപടി? ഇന്ന് പുലർച്ചയോടെയാണ് സോഷ്യൽ മീഡിയ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇത് ഇവിടെയുള്ള ആളുകളുടെ ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. എല്ലാവർക്കും താമസ സ്ഥലം അതുപോലെ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകളോട് പരിഭ്രാന്തി വേണ്ട എന്നും ഇക്കാര്യത്തിൽ എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. ഏതായാലും ഒരു ഇന്നത്തെ ഒരു പുലർച്ചെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അവിടെ നല്ല ആളുകളും അവിടുന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒക്കെ റിയാദിലെയും അതുപോലെ ദുബൈയിലും ഒക്കെ US എംബസികൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജിജി.